ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടുട്ടൂസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഇതാ അമൃത് പൊടി കൊണ്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. നമുക്ക് അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃത് പൊടി ഇല്ലേ, അതിൻ്റെയാണ്. അപ്പോൾ അതിനായിട്ട് 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഫോർക്ക് വെച്ചൊന്ന് ഉടച്ച് വെക്കുക. പിന്നീട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരു 1/2 കിലോ ഞാൻ എടുത്തിട്ടില്ല, ഒരു 250 ഗ്രാം കണക്കാക്കി അമൃത് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 100-150 ഗ്രാം കണക്കാക്കി ശർക്കര ഒരു 1/2 കപ്പ് വെള്ളത്തിൽ എടുത്തതാണ്. ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ ഒരു പിഞ്ച് നമുക്ക് ജീരകവും കൂടി ആഡ് ചെയ്യാം. വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്നാക്സൊക്കെ അയക്കുമ്പോൾ അവർ കഴിച്ചോളും. അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഓരോ സ്പൂൺ എടുത്തിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരി എടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാ ഓരോരോ സ്പൂൺ വെച്ച് നമ്മൾ കോരി ഒഴിച്ചിട്ട്, ഒഴിക്കാനും മാത്രം അത്ര അങ്ങോട്ട് എന്താ പറയുക ലൂസായിട്ടൊന്നും അല്ല നമ്മൾ ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ശർക്കരയുടെ ഒരു പാനിയിൽ മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. അമൃത് പൊടി വെച്ചിട്ട് ഒരുപാട് റെസിപ്പികളൊക്കെ ഓരോരുത്തർ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമൊക്കെ ചേരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങോട്ട് തീയൊന്നും കൂട്ടി വെച്ച് കളയുന്നത്, സിമ്മിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. എണ്ണയൊന്നും ഒരുപാട് കുടിക്കത്തൊന്നുമില്ല. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.